എല്ലാവർക്കും ടെക്ലൈ മലത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഷവോമിയുടെ ഒരു ചിപ്സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. എക്സ് റിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ചിപ്സെറ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്ട്ലി കമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈമെൻസിറ്റി 9400 പ്ലസും സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ആയിട്ടാണ്. ഇത് ഇവരുടെ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. കാരണം അതിന് മുമ്പ് പോലെ ഇറക്കിയിട്ടുണ്ട് സർജ് S1, സർജ് S2 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മോർ ഓഫ് എ മിഡ് റേഞ്ച് ചിപ്സെറ്റ് ഒക്കെ ആയിരുന്നു. മിഡ് റേഞ്ച് ബഡ്ജറ്റ് ചിപ്സെറ്റ് ഒക്കെയാണ്. ഇതാണ് ഒരു ഫസ്റ്റ് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. സോ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. ഇതൊരു 3nm M3E TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഡൈമെൻസിറ്റി 9400 പ്ലസ് അതുപോലെ തന്നെ ടോപ്പ് നോച്ച് മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് വരുന്നത്. ഇത് നമ്മുടെ 3nm ചിപ്സെറ്റുകളിലെ ഏറ്റവും ചെറിയ ചിപ്സെറ്റ് ആണ്. 109mm² ആണ് ഇതിന്റെ ഡൈ സൈസ് വരുന്നത്. പിന്നെ റീസണും കൂടി ഉണ്ട് എന്താമത്തെ ചെറുതായെന്നുള്ളത് ഞാൻ വരുമ്പോൾ പറയാം. പിന്നെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 10 കോർ CPU ആണ്, ഡക്ക കോർ CPU ആണ്. നമ്മൾ സാധാരണ 8 കോർ ആണ് വരാറ്. പിന്നെ ഡൈമെൻസിറ്റിയുടെ പഴയ ചിപ്സെറ്റ് ഒക്കെ ആണ് 10 കോർ വന്നിട്ട് വെച്ചാൽ അതുപോലെ ഒരു ഡക്ക കോർ CPU ആണ്. നമുക്ക് 4 ക്ലസ്റ്ററിലാണ് വരുന്നത്. ഫസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ 2 ബിഗ് കോർട്ടക്സ് X925 കോഴ്സ് വരുന്നത്. പ്രൈം കോർ എന്ന് പറഞ്ഞാൽ 2 വരുന്നുണ്ട്. 3.9 GHz റൺ ചെയ്യുന്നത്. സെക്കൻഡ് ക്ലസ്റ്ററിൽ 4 കോർട്ടക്സ് A725 വരുന്നുണ്ട് 3.4 GHz. പിന്നെ മൂന്നാമത്തെ ക്ലസ്റ്ററിൽ 2 കോർട്ടക്സ് A725 1.9 GHz. ഫോർത്ത് ക്ലസ്റ്ററിൽ 2 കോർട്ടക്സ് A520 1.8 GHz. സോ 4 ക്ലസ്റ്ററിലായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ബിഗ് കോഴ്സ് വരുന്നത്. പ്രൈം X925 വരുന്നുണ്ട്. ഡൈമെൻസിറ്റിയിലാണെങ്കിൽ ഒരെണ്ണം കിട്ടത്തുള്ളൂ, ഇവിടെ 2 കിട്ടുന്നുണ്ട്. പക്ഷേ ഡൈമെൻസിറ്റിയിലെ പോലെ നമുക്ക് X4 ഇവിടെ കിട്ടുന്നില്ല. അതിന് പകരം A725 ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഇഷ്ടംപോലെ ക്യാഷ് നമ്പർ നിറച്ചിട്ടുണ്ട് കേട്ടോ. 11 MB ലെവൽ 2 ക്യാഷ് വരുന്നുണ്ട്. 16 MB L3 ക്യാഷ് വരുന്നുണ്ട്. പിന്നെ ഒരു കുറവെന്ന് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റം ലെവൽ ക്യാഷ് ഇല്ല. SLC എന്ന് പറഞ്ഞ ക്യാഷ് വരുന്നില്ല. ഇത് SLC എന്ന് പറഞ്ഞാൽ നമുക്ക് റാമിന്റെ ഇടയിൽ വരുന്നൊരു ക്യാഷാണ്. നമുക്ക് റാമിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു സിസ്റ്റം ലെവൽ ക്യാഷ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ GPU CPU എപ്പോഴും റാമിലേക്ക് പോയി ഇൻഫർമേഷൻ ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ SLC ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഈ സിസ്റ്റം ലെവൽ ക്യാഷിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലേറ്റൻസി കുറവായിരിക്കും, മച്ച് ബെറ്റർ പെർഫോമൻസ്, എഫിഷ്യൻസി കൂടുതലായിരിക്കും. പക്ഷെ അതിവിടെ വന്നിട്ടില്ല. നമുക്ക് ഡൈമെൻസിറ്റിയിലൊക്കെ അതുണ്ട്. GPU നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈമെൻസിറ്റിയിലേക്ക് ഉപയോഗിക്കുന്ന സെയിം GPU ആണ് ഇവിടെ വരുന്നത്. പക്ഷെ നമ്പർ ഓഫ് കോഴ്സ് ഹയർ ആണ്. ഇവിടെ ഇമ്മോർട്ടാലിസിന്റെ G925 MC16 കോഴ്സ് ആണ് വരുന്നത്. ഇവിടെ 16 കോർ GPU ആണ് വരുന്നത്. 1392 MHz റൺ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 4 MB GPU ക്യാഷ് വരുന്നുണ്ട്. സോ എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ് വരുന്നത്. ഒരു കുറവെന്ന് പറഞ്ഞാൽ SLC സിസ്റ്റം ലെവൽ ക്യാഷ് ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റിന്റെ ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ Geekbench 6 ആണെങ്കിൽ സിംഗിൾ 3125 ആണ് വരുന്നത്. മൾട്ടി ആണ് 9671. ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ്. 8 ഡൈമെൻഷൻ 9400 അത്ര തന്നെ സ്കോർ ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ആൻഡ് ഒരു സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 25,1370 ടോട്ടൽ സ്കോർ. CPU 6,10,476. GPU 9,90,126 ആണ് വരുന്നത്. 10 ലക്ഷം ഒക്കെ കയറുന്നുണ്ട്. ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. NPU നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 6 കോറിന്റെ NPU വരുന്നത്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് 10 MB ക്യാഷ് വരുന്നുണ്ട്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 44 ടെറ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ്. സോ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. AI കോഴ്സും ന്യൂറൽ NPU ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ റാമിന്റെ കാര്യമാണ്. റാം നോക്കുവാണെങ്കിൽ ഇവിടെ ക്വാഡ് ചാനൽ 16/4 LPDDR5T റാം ആണ്. 5333 MHz റൺ ചെയ്യുന്ന റാം ആണ്. ടോട്ടൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 85.3 Gbps ആണ്. UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത് എന്ന് പറയാനുള്ള ടോപ്പ് നോച്ച് ആണ് വരുന്നത്. ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഫുൾ സ്പെക്ക് വന്നിട്ടില്ല. എത്രമാത്രം മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യും എന്നൊന്നും വന്നിട്ടൊന്നുമില്ല. ഇവർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഷവോമിയുടെ 4th ജനറേഷൻ ISP ആണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഷവോമി നേരത്തെ തൊട്ട് ISPs ഒക്കെ ഉപയോഗിച്ച് ഉള്ളതാണ്. മിമിക്സ് സീരീസ്, അവർ അൾട്രാ സീരീസ്, 12S അൾട്രാ അങ്ങനത്തെ ഫോണൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ISP ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പൊട്ടി കോടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷവോമിയുടെ ISP ഉണ്ട്. സോ അതിന്റെ 4th ജനറേഷൻ ISP ആണ് ഉപയോഗിക്കുന്നത്. ട്രിപ്പിൾ കോർ ISP ആണ് വരുന്നത്. എന്തായാലും 8K 30 FPS 4K 120 FPS ഒക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എത്രമാത്രം മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ക്വാൾക്കത്തിന്റെ നമ്മളിപ്പോ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. മീഡിയാടെക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ഇതിൽ കൊടുത്തിട്ടില്ല. അവരുടെ സൈറ്റിൽ കേട്ടൊന്നും കാണാനേ ഇല്ല. കണക്ട് ചെയ്ത് നമ്മൾ പറയുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇനി ഇത്രയും ചെറിയ ഡൈ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഡൈ സൈസ് കുറയാൻ കാരണം 109mm സ്കോർ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇന്റേണൽ ആയിട്ടല്ല ഇതിന്റെ മോഡൽ ഇരിക്കുന്നത്.
നമ്മുടെ പഴയ സ്നാപ്ഡ്രാഗൺ 855 ഒക്കെ വന്ന ഓർമ്മയുണ്ടോ? അത് എക്സ്റ്റേണൽ മോഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചിപ്പിന്റെ ഉള്ളിലല്ല മോഡായിരിക്കുന്നത്, പുറത്താണ് ഒരു എക്സ്റ്റേണൽ മോഡാണ് ഉപയോഗിക്കുന്നത്. ഇത് മീഡിയ ടെക്കിന്റെ T800 എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ മോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡൗൺലോഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 987 MBPS ആണ് വരുന്നത്. അപ്ലോഡ് 525 MBPS ആണ്. MBPS ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആണ് MBPS. സോ ഇതിന്റെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ഒന്ന് എഫിഷ്യൻസി കുറവായിരിക്കും, കാരണം ഒരു എക്സ്ട്രാ ചിപ്പ് വന്നുകൊണ്ട് തന്നെ കൂടുതൽ പവർ അതിന് വേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇന്റേണൽ ആകുമ്പോൾ അത്ര എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ വൈഫൈ 7 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ USB Type-C 3.2 Gen 2 സപ്പോർട്ടും വരുന്നു. സോ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ കിടുക്കാച്ച ചിപ്സെറ്റ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ചൈനയിൽ മാത്രമേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോൺ Xiaomi 15S Pro എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗ്ലോബലിലൊക്കെ വരുമെന്ന് അറിയത്തില്ല. സോ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി ചിപ്സെറ്റ് തന്നെ കേട്ടോ വരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ ഡയമൻസിനെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. 8 അടുത്ത് തന്നെ പെർഫോമൻസും വരുന്നുണ്ട്. സ്പ്രിംഗ് സറൗണ്ട് ഒരു കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ചിപ്സെറ്റ് ആണ്, നല്ല ഒപ്റ്റിമൈസർ ആണ്, നല്ല പവർ എഫിഷ്യന്റ് ആണ്. ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുത്താന്നുള്ള കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ സിസ്റ്റം ലെവൽ ക്യാഷ് നെക്സ്റ്റ് വരുവാണെങ്കിൽ, ഇപ്പോൾ അടുത്ത ജനറേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ആയിട്ട് തന്നെ ഒരു മോഡം കൊടുക്കാന്നുള്ളതൊക്കെയാണ്. സോ തന്നെ എഫിഷ്യൻസി ഇച്ചിരി ബെറ്റർ ആവും. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ സാംസങ്ങും ഗൂഗിളും കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അവർ രണ്ട് ചിപ്സെറ്റ് ഇപ്പൊ ടെൻസറിന്റെ സീരീസ് ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ ഇപ്പൊ 8 എലീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 2 ജനറേഷൻ പുറകിലാണ്. സാംസങ് ആണെങ്കിൽ പുതിയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സ് ഇറക്കുമെന്ന് ഇതിലായിട്ട് ഇറക്കിയിട്ടുമില്ല. അതേസമയം ഷോമി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അടിപൊളിയായിട്ട് ചിപ്സെറ്റ് ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് മീഡിയടെക്കിനും ക്വാൽക്കത്തിനും. ഇത് ഇന്ത്യയിൽ ഇതിൽ എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു ചൈനീസ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ അല്ല ഇതിനുള്ളിൽ ചൈനീസ് ചിപ്സെറ്റ് കൂടി വരുന്നത്. കാരണം നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫോണിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ ചൈനീസ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഒരു ഫസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ചിപ്പ് കൂടി ചൈനീസ് ആകുമ്പോൾ ഒരു പേടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വരുമ്പോൾ കാണാം നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.